തിരുവനന്തപുരത്തെ ക്യാപ്റ്റൻ ലക്ഷ്മിഭായ് പാർക്കിൽ ഒരു കൂറ്റൻ ചെസ് ബോർഡുണ്ട്. അതിനു ചുറ്റും ചെസ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളും. കൂറ്റൻ ചെസ് ബോർഡിൽ ചെസ് കളിക്കാൻ എത്തിയവരുടെ സൗഹൃദം ഒരു ക്ലബ്ബായി മാറി. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ചെസ് കളിക്കാൻ എത്തുന്ന ക്യാപ്റ്റൻ ലക്ഷ്മിഭായ് പാർക്കിലേക്കാണ് അടുത്തതായി. വിശ്വനാഥൻ ആനന്ദ്, ഗുകേഷ്, പ്രഗ്യാനന്ദ, ചെസ് മത്സരങ്ങളിൽ മിന്നും താരങ്ങളെല്ലാം തമിഴ്നാട്ടുകാർ. കേരളത്തിൽ നിന്നും കൂടുതൽ ഗ്രാൻഡ് മാസ്റ്റർമാർ വേണം. തിരുവനന്തപുരത്തെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിൽ ഒത്തുകൂടുന്നവരുടെ ലക്ഷ്യം ഇതാണ്. പാർക്ക് നവീകരിച്ചപ്പോൾ കൂറ്റൻ ചെസ് ബോർഡ് വരച്ചു ചേർത്തിരുന്നു. കൗതുകത്തിൽ ചെസ് കളിക്കാനെത്തിയവർ പിന്നീടൊരു ചെസ് ക്ലബ്ബ് തന്നെ രൂപീകരിച്ചു. യങ്സ്റ്റേഴ്സിനെ വേൾഡ് നിലവാരത്തിലുള്ള കളിക്കാരായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഇതുപോലത്തെ ഒരു നാഷണൽ ഇന്റർനാഷണൽ ലെവലൊക്കെ അറിയപ്പെടുന്ന കളികളിലോട്ട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സ്, അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ 101% അത് വളരെ നല്ല രീതിയിൽ തന്നെ അവരെ അത് പോസിറ്റീവ്ലി തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം ഒത്തുകൂടിയവർ കുട്ടികളെ ചെസ് പരിശീലിപ്പിക്കാൻ തുടങ്ങിയതോടെ ക്ലബ്ബ് വിപുലമായി. ഓഫീസ് സമയം കഴിയുന്ന ഉദ്യോഗസ്ഥരും സ്കൂൾ കഴിഞ്ഞെത്തുന്ന വിദ്യാർത്ഥികളും ഇവിടെ ചെസ് കളിക്കും. വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെ ചെസ് ബോർഡിന് ചുറ്റും ആളുകളുണ്ടാകും. ക്ലബ്ബ് കൂടുതൽ വിപുലീകരിക്കണം. കേരളത്തിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്റർമാരെ സൃഷ്ടിക്കണം. ഈ ആഗ്രഹത്തിലേക്ക് നടന്നെടുക്കുകയാണ് തിരുവനന്തപുരത്തെ ലക്ഷ്മി പാർക്ക് ചെസ് ക്ലബ്ബ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.